നമസ്കാരം. ഗ്രാമത്തിലെ തയ്യൽക്കട എന്നുള്ള ഈ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണം. പിന്നെ നമ്മൾ പലതരം തയ്യൽക്കടകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും നല്ല തയ്യൽക്കട, ടൗണുകളിലുള്ള തയ്യൽക്കടയൊക്കെ. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ തയ്യൽക്കട എന്ന് പറഞ്ഞാൽ അത് ചില്ല് കൂടിനകത്ത് ചില്ലിട്ട് പോയി അങ്ങനത്തെ ഇതായിരിക്കില്ല. അവർക്ക് സാധാരണ പോലെ തന്നെ ഒരു വാതിലോ അങ്ങനെ ജനലോ ഉള്ള ഒരു റൂം പോലെയൊക്കെ ആയിരിക്കും. അതിന് പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും ഉള്ളത്. അവരവരുടെ പോലെ ഉണ്ടാക്കും. അത് ആർക്കെങ്കിലും തയ്യലിൻ്റെ ഫീൽഡുമായിട്ട് ഇറങ്ങി അതിൽ വർക്ക് ചെയ്യണം, നല്ല തയ്ക്കാൻ ഒരു കടയിട്ട് എവിടെയെങ്കിലും പോയി തയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായിരിക്കും. പിന്നെ തയ്ക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഒരു തയ്യൽക്കട തുടങ്ങുമ്പം ആവശ്യമുള്ളതെന്നുള്ളത് ആണ് ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത്. ഒരു മേശ, കട്ടിംഗ് ടേബിൾ വേണം. പിന്നെ തയ്ക്കാൻ മെഷീൻ വേണം. അത് സാധാരണ മെഷീനുണ്ട്, സ്പീഡ് മെഷീനുണ്ട്, പവർ മെഷീനുണ്ട്. അത് ആദ്യമായിട്ട് തയ്ക്കുവാണെങ്കിൽ ചെറിയ മെഷീനായാലും കുഴപ്പമില്ല, ആ മെഷീനിൽ തയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ പവർ മെഷീൻ വേണമെങ്കിൽ കറണ്ടുള്ള റൂമായിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യമുണ്ട്. പിന്നെ ആദ്യം തയ്ക്കുമ്പം സാധാരണ മെഷീനിൽ തയ്ച്ച് ഒരു ശീലമായിട്ട് പിന്നെ പവർ മെഷീനാക്കിയ അങ്ങനെ ആയാലും മതി. ഏറ്റവും ചെറിയ രീതിയിൽ, അതായത് ഏറ്റവും ലളിതമായിട്ട് എത്ര അധികം മുടക്കില്ലാതെ എങ്ങനെ ഈ ഒരു തയ്യൽക്കട തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ടേബിള്, ഒരു മെഷീന്, പിന്നെ തുണികൾ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു അലമാര, പിന്നെ കുറച്ച് ചെയർ, ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്കൊരു തയ്യൽക്കട അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ തയ്യലിനാവശ്യമായ സാധനങ്ങൾ കത്രിക, ടേപ്പ്, പിന്നെ ചോക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം. പിന്നെ തയ്യലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണുമ്പം നല്ല എളുപ്പമായിരിക്കും. പക്ഷേ തയ്ച്ച് വരുമ്പോഴാണ് അതിൻ്റെ മെത്തേഡും കാര്യങ്ങളുമൊക്കെ അറിഞ്ഞ് വരുമ്പോഴാണ് അത് ബുദ്ധിമുട്ടാണ്. ഇത് കാണുന്ന പോലെ അല്ലല്ലോ, തയ്ച്ച് കഴിയുമ്പോൾ ഇത് തയ്ക്കാൻ ഭയങ്കര പാടാണല്ലോ എന്നുള്ളത് ഒരു ചിന്ത വരും. പക്ഷേ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ആ രീതിയും മെത്തേഡും പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പവും നല്ല ചെയ്യാൻ സുഖവും നല്ല ഉള്ള ഒരു ജോലിയാണ് ഈ തയ്യൽ. തയ്യൽക്കാർ സാധാരണ എല്ലാവരും വളരെ ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള അങ്ങനത്തെ ഒരു ഇതിലാണ് കാണുന്നത്. പക്ഷേ ഏറ്റവും ഇപ്പോഴത്തെ ഇതിൽ ജീവിക്കാൻ നമ്മൾക്ക് കയ്യിൽ ഒരു മുതൽ മുടക്കധികം ഇല്ലാതെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതും ഏത് ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്കാർക്ക്, ഏത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും, വീട്ടമ്മമാർക്കും കുട്ടികൾക്കും എല്ലാം വളരെ എളുപ്പത്തിൽ തയ്യൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ മെത്തേഡ് പഠിച്ചാൽ മതി. അത് തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ അതിൻ്റെ മെത്തേഡുകളും എനിക്കറിയാവുന്ന രീതിയിലുള്ള ഞാൻ ചെയ്യുന്നതായ രീതിയിലുള്ള ആ ഒരു ഇതും നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ അത് കണ്ട് അതിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാവേ.